ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദ ഗുഡ് ലൈഫ് ലെസൺസ് ഫ്രം ദ ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ. ഹാർവാർഡ് ഒരു പഠനം നടത്തി ആ ഗുഡ് ലൈഫിൻ്റെ റീസൺ എന്താണെന്ന് അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതുകൊണ്ട് 85 വർഷത്തിന് മുകളിലോട്ട് ആ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 75 വർഷം കഴിഞ്ഞപ്പോൾ അവരൊരു കൺക്ലൂഷനെത്തി. എന്താണ് ഈ ഹാപ്പിനെസ്സിൻ്റെ റീസൺ? സം പീപ്പിൾ ഹാവ് ഗുഡ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ചിലർ ലോൺലി ആയിട്ടും മറ്റ് ഹാപ്പിനെസ് ഇല്ലാതെയും ജീവിക്കുന്നു. അപ്പം ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പം നമ്മൾ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അയാളുടെ ജീവിത സന്തോഷവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞാൽ അത് നമുക്ക് നോ ഗെറ്റിംഗ് ദ കറക്റ്റ് ഡേറ്റ കിട്ടില്ല. കാരണം എന്ന് പറയാൻ മറവി. ഇപ്പം വളരെ പണ്ട് നടന്ന ഒരു കാര്യം ചോദിച്ചാൽ അപ്പോൾ അത് ഒരു കറക്റ്റ് ഒരു റീസൺ ആയിരിക്കില്ല. റീസെൻ്റ്ലി ഒരു സർവേ നടത്തി. ആളുകളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ലൈഫ് ഗോൾ എന്താണെന്ന്, ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ കുറച്ച് പേർ, ഒരു 80% ആൾക്കാർ പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം റിച്ച്, ധനികനാകണം, അപ്പം ഞാൻ വലിയ സന്തോഷവാനാകും. സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് പണത്തിൻ്റെ ഇത് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു 50% ആൾക്കാർ പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം ഫേമസ്, ഫേമസ് ആയാൽ ഞാൻ സന്തോഷമാണ്. അപ്പം അങ്ങനെ ചിലർ പറഞ്ഞു ടു ഹാർഡ് വർക്ക് ചെയ്യുക, മേക്ക് മോർ മണി, ഹാർഡ് വർക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് വന്നു. എനിവേ അവർ സർവേ നടത്തി, അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള റീസൺ കണ്ടുപിടിക്കുന്നതിന് ഒരു ടീം, ഒരു റിസർച്ച് ടീമിനെ തന്നെ ഏർപ്പെടുത്തി. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1938 ഹാർവാർഡിലെ 2ാം വർഷ വിദ്യാർത്ഥികളിൽ കുറച്ചു പേര് എന്ന് പറഞ്ഞാൽ ആണുങ്ങളിലായിരുന്നു. ഇത് പിന്നെ ബോസ്റ്റൺ, അമേരിക്കയിലെ ബോസ്റ്റണിലെ കുറച്ച് സമ്പന്നമായി സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് പേരെയും കളക്ട് ചെയ്ത്, അവർ എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുറച്ച് എല്ലാം കൂടെ 724 പേരെ അവർ സാമ്പിളായിട്ട് കളക്ട് ചെയ്തു. എന്നിട്ട് അവരെക്കുറിച്ച് പഠിച്ചു. അന്ന് സ്റ്റാർട്ട് ചെയ്തത് 75 വർഷങ്ങൾക്ക് ശേഷവും 75 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ ഓരോ വർഷവും ഇവരുടെ ഡേറ്റകൾ, അവരുടെ ജോബ്, അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ ബ്ലഡ് സാമ്പിൾസ്, DNA, ബ്രെയിൻസ് ഫങ്ഷനിങ്, ഇത് ഓരോന്നും ഓരോ വർഷം ഇത് ചെയ്ത് അതിൽ വരുന്ന മാറ്റങ്ങളും ഓരോരുത്തരുടെ ഔട്ട്സൈഡ് അവരുടെ ജീവിത രീതികളും ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ റെക്കോർഡിക്കലായിട്ട് പഠിച്ചു. 75 വർഷം കഴിഞ്ഞപ്പോൾ അവരൊരു കൺക്ലൂഷനിലെത്തി. ഹാപ്പിനെസ്സിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നല്ല ബന്ധങ്ങളാണ്, പണമല്ല, മറ്റ് വസ്തുക്കളൊന്നുമല്ല. ഗുഡ് റിലേഷൻ, നല്ല സാമൂഹിക ബന്ധങ്ങളുള്ള വ്യക്തികൾ, അവർക്ക് അവരുടെ ലൈഫ് സ്പാൻ വളരെ കൂടുതലായിരിക്കും, അവരുടെ ബ്രെയിൻ നല്ലപോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, വളരെ ഹെൽത്തിയാണ്. ലോൺലെസ് ആയിട്ട് ജീവിക്കുന്നവരുടെ ഇത് എങ്ങനെയാണ്? ലോൺലെസ്, ഒറ്റപ്പെട്ട്. അമേരിക്കയിൽ ഇപ്പം ഒരു പഠനം നടത്തിയതിൽ എന്താണ് കണ്ടെത്തിയത്? 5-ൽ 1 ലോൺലിയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട ഏകാന്ത ജീവിതം നയിക്കുന്നു. അവർക്ക് സംസാരിക്കാനും പറയാനും എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഉള്ളവർ, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ് പറയുന്നത്, 1 in 5. അപ്പോൾ ഈ ഏകാന്തതയിൽ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവർ ബ്രെയിൻ ഫങ്ഷൻ ഡിമിനിഷ് ചെയ്യും, അവരുടെ ഹെൽത്ത് ഇങ്ങനെ കാലക്രമേണ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ ഹെൽത്ത് ക്ഷയിക്കും. അതുപോലെ തന്നെ അവരുടെ മരണവും വളരെ ഏർലി ആയിരിക്കും, ലൈഫ് സ്പാനും അവർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 724 പേരിൽ സ്റ്റഡി നടത്തി. സെക്കൻഡ് വേൾഡ് വാറിൽ ഇതിൽ കുറച്ച് പേരൊക്കെ ഈ വാറിൽ സെർവ് ചെയ്യാൻ പോയി. അവർ കുറച്ച് പേര് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ബ്രിക്ലേഴ്സായി, കുറച്ച് പേര് വക്കീലന്മാരായി, കുറച്ച് പേര് ഡോക്ടേഴ്സായി, കുറച്ച് പേര് പെയിൻറ്റേഴ്സായി, കാർപ്പൻറ്റേഴ്സായി. വൺ ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക. അതിൽ ഒരു വ്യക്തി അമേരിക്കയിലെ പ്രസിഡൻറ്റുമായി. അത് ഉദ്ദേശിക്കുന്നത് ജോൺ എഫ് കെന്നഡിയാണ്.
ഹാർവാർഡിൽ പഠിച്ച സമയത്ത് ഇദ്ദേഹത്തിനെയും സെലക്ട് ചെയ്തായിരിക്കും. അങ്ങനെ ഗുഡ് റിലേഷൻ നമുക്ക് ഹാപ്പിനെസ് തരുന്നു. അതാണ് അതിൻ്റെ റീസൺ. പണമോ മറ്റുള്ള പ്രശസ്തികളോ ഒന്നുമല്ല. അപ്പോൾ 75 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഈ റിസർച്ച് 75 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ഇവരൊരു കൺക്ലൂഷൻ എത്തിയത്. എൻ്റെ റീസൺ, ഹാപ്പിനെസ്സിൻ്റെ റീസൺ ഗുഡ് റിലേഷൻസ് ആണ്. 2015 75 വർഷമായത്. ഇപ്പം വീണ്ടും വർഷങ്ങൾ കുറേ കടന്നുപോയി. അതിൽ ആ സമയത്ത് ഈ 724 60 പേര് അപ്പോഴും സ്റ്റിൽ അലൈവ് ആയിരുന്നു. അവരുടെ 90 95 ഇങ്ങനെ ഉള്ള പ്രായങ്ങളിലായിരുന്നു. പിന്നെ അവർ ഈ സ്റ്റഡി അവരുടെ മക്കളിലും ചെറുമക്കളിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യിച്ചു. ഇപ്പോൾ ഓവർ 2000 പീപ്പിളിൽ അവർ ഇങ്ങനെ റിസർച്ച് നടത്തി. അവർ എവരി ഇയറിലും അവർ മെഡിക്കൽ റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നു, അവരുടെ ബ്രെയിൻ സ്കാനിങ് റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നു, DNA ടെസ്റ്റ് നടത്തുന്നു, പിന്നെ അവരുടെ വീടുകളിൽ ചെന്ന് വൈഫുമാരടുത്ത് അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നു. ഇതെല്ലാം അവർ ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് ഇത്രയും വർഷത്തെ അതിൽ നിന്നാണ് അവർ ഈ ഒരു കൺക്ലൂഷനിലെത്തിയത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ, ഇത് 4ാമത്തെ ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 4ാമത്തെ ഡയറക്ടറാണ് റോബർട്ട് വാൾഡിംഗ്. ഇതിനിടയ്ക്ക് ഈ ലോങ് റിസർച്ച് ആണല്ലോ, ഇതിനിടയ്ക്ക് പല പ്രതിബന്ധങ്ങളും വന്നിരുന്നു. അവർക്ക് ഫണ്ടിങ് ഷോർട്ടേജ് വന്ന് ഇതിനിടയ്ക്ക് റിസർച്ച് ചെയ്ത ഇതിൻ്റെ പ്രഗത്ഭന്മാരൊക്കെ ചിലരൊക്കെ മരണപ്പെട്ടു. സ്റ്റിൽ അതെല്ലാം ഓവർകം ചെയ്തു. സ്റ്റിൽ ദ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഇത് അടുത്ത 2-3 തലമുറയിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഈ റിലേഷൻഷിപ്പ് പല ഫാമിലികളിലും വരുന്ന പ്രശ്നം ഇതാണ്. റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാപ്പി ലൈഫിന്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ജസ്റ്റ് മേക്കിംഗ് ആർഗ്യുമെൻറ്റ്സ്, ദറ്റ്സ് എ കോമൺ സം റീസണിൽ വരും. പക്ഷേ അത് ഡോണ്ട് കീപ്പ് ഇറ്റ് ലോങ്ങറായിട്ട് ഇരുന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലർ അങ്ങനെ ലോങ്ങറായിട്ട് കീപ്പ് ചെയ്യുന്നവർ അവർ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യം ക്ഷയിക്കും. അവരുടെ ഇതുപോലെ തന്നെ ഇത് ബ്രെയിനിന് പ്രശ്നം വരും, ലൈഫ് സ്പാൻ കുറയും. ഇത് പെട്ടെന്നൊക്കെ ഒരു കാര്യങ്ങൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊക്കെ അവർ ജസ്റ്റ് ബാക്ക് ടു നോർമൽ ആയാൽ ദാറ്റ് വിൽ ബി ഓക്കെ, നോ പ്രോബ്ലം. ഈ ചില ഫാമിലി ഡിസ്പ്യൂട്ടുകളൊക്കെ ഒരു ഫാമിലിയിൽ വഴക്കുകൾ കിടന്ന് നമ്മൾ ലോങ് ടൈം ഇണ്ടാതെയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഗുഡ് റിലേഷൻ, ഗ്രഡ്ജസ് പാടില്ല. പകയും വിദ്വേഷവും ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ജീവിതത്തിൻ്റെ ആയുസ് കുറയും, നമുക്ക് പല അസുഖങ്ങളും പിടിക്കും, ബോഡിയുടെ പ്രതിരോധം കുറയും. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രയോജനമായ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. എനിക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.